നടക്കാത്തതും ഒരു സാധ്യതയുമില്ലാത്ത നിരവധി മോഹന വാഗ്ദാനങ്ങൾ. മോഡിഫിക്കേഷൻ നടത്തട്ടെ, ചെറുപ്പക്കാർക്കൊക്കെ അത് വലിയ ആഗ്രഹമല്ല. ഐഡിയ ഒക്കെ കൊള്ളാം, പക്ഷെ ചെറിയ ട്വിസ്റ്റ് ഉണ്ട്. പട്ടികയിലുള്ളതല്ലാത്ത മറ്റ് മോഡിഫിക്കേഷനുകളെല്ലാം നിയമപ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നാണ് MVDയുടെ കണ്ടെത്തൽ. വെറും വാഗ്ദാനം കിട്ടുകയില്ല, അതുകൂടെ മനസ്സിലായില്ല. തിരഞ്ഞെടുപ്പ് സമയത്ത് ജനങ്ങളെ കബളിപ്പിച്ച് വോട്ട് നേടാൻ കൈ നിറയെ പദ്ധതികളുമായാണ് UDF എത്തിയിരുന്നത്. ഇവയിൽ യുവാക്കളെ ആകർഷിക്കാൻ പറഞ്ഞ മോഡിഫിക്കേഷന്റെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമായിട്ടുണ്ട്. ഇനി 100 ദിവസം കൊണ്ട് സർക്കാർ കാര്യമായി പഠിച്ചിട്ട് KSRTCയിലും ഒരു തീരുമാനം ഉണ്ടാകും. ഇനി ഇവയ്ക്കൊപ്പം മറ്റൊരു പദ്ധതി കൂടി UDF പ്രഖ്യാപിച്ചിരുന്നു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. ഈ പദ്ധതി പ്രകാരം ഒരു കുടുംബത്തിന് വർഷം 25 ലക്ഷം രൂപയുടെ കവറേജ് നൽകും. കേൾക്കുമ്പോൾ വലിയ ആശ്വാസമായി തോന്നുന്ന ഈ പദ്ധതി ഒടുവിൽ എത്തിച്ചേരുക ആരോഗ്യ മേഖലയുടെ സമ്പൂർണ്ണ സ്വകാര്യവൽക്കരണത്തിലേക്കാണ്. എക്കാലത്തും സാധാരണക്കാർക്ക് കുറഞ്ഞ ചെലവിൽ മികച്ച ചികിത്സ ഉറപ്പാക്കുന്നതായിരുന്നു LDF സർക്കാരിന്റെ കാലത്തെ കേരളത്തിന്റെ പൊതുജനാരോഗ്യ മാതൃക. എന്നാൽ ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെടുന്ന വൻകിട ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതികൾ ഈ പൊതു സംവിധാനത്തെ തകർത്ത് ആരോഗ്യ മേഖലയെ പൂർണ്ണമായും സ്വകാര്യ കോർപ്പറേറ്റുകൾക്ക് കൈമാറുമോ എന്ന ആശങ്ക ശക്തമാവുകയാണ്. ഇതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. സൗജന്യ ഇൻഷുറൻസ് പദ്ധതി എന്നൊക്കെ കേൾക്കുമ്പോൾ ജനങ്ങൾക്ക് വലിയ ആശ്വാസമാണ് തോന്നുന്നത്. എന്നാൽ ഇതിലൂടെ ഉണ്ടാകാൻ പോകുന്ന അപകടം ആരും ഓർക്കുന്നില്ല. ഇൻഷുറൻസ് അധിഷ്ഠിത ആരോഗ്യ മാതൃകയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. 25 ലക്ഷം രൂപ പോലുള്ള വലിയ തുകയുടെ ഇൻഷുറൻസ് പ്രഖ്യാപിക്കുമ്പോൾ സ്വാഭാവികമായും രോഗികൾ അത്യാധുനിക സൗകര്യങ്ങളുണ്ടെന്ന് അവകാശപ്പെടുന്ന വലിയ കോർപ്പറേറ്റ് ആശുപത്രികളിലേക്ക് പോകും. ഫലത്തിൽ ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് നൽകുന്ന ഭീമമായ പ്രീമിയം തുക മുഴുവൻ ചെന്നെത്തുന്നത് സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികളിലും കോർപ്പറേറ്റ് ആശുപത്രികളിലുമായിരിക്കും. ആരോഗ്യ മേഖലയ്ക്കായി സർക്കാർ മാറ്റിവെക്കുന്ന ബജറ്റ് വിഹിതത്തിന്റെ വലിയൊരു പങ്ക് ഇൻഷുറൻസ് പ്രീമിയം അടക്കാനായി മാറ്റിവെക്കേണ്ടി വരുന്നു. ഇതോടെ സർക്കാർ ആശുപത്രികളുടെ സൗകര്യങ്ങൾ വികസിപ്പിക്കാനോ പുതിയ ഉപകരണങ്ങൾ വാങ്ങാനോ സർക്കാരിന് പണമില്ലാതെ വരുന്നു. പൊതു ആശുപത്രികൾ ദുർബലമാകുമ്പോൾ ജനങ്ങൾ പൂർണ്ണമായും സ്വകാര്യ മേഖലയെ ആശ്രയിക്കാൻ നിർബന്ധിതരാകുകയും ചെയ്യും. കേരളത്തിലെ ആരോഗ്യരംഗത്തെ കണക്കുകൾ പ്രകാരം 99% ചികിത്സകൾക്കും 5 ലക്ഷം രൂപയിൽ താഴെ മാത്രമാണ് ചിലവ് വരുന്നത്. വളരെ കുറഞ്ഞ ആളുകൾക്ക് മാത്രം ആവശ്യമുള്ള 25 ലക്ഷം രൂപയുടെ പരിരക്ഷയ്ക്കായി എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടി സർക്കാർ വൻതുക പ്രീമിയം നൽകേണ്ടി വരുന്നത് സംസ്ഥാന ഖജനാവിനെ കടുത്ത പ്രതിസന്ധിയിലാക്കുമെന്നത് ഉറപ്പാണ്. മാത്രമല്ല, ഇൻഷുറൻസ് തുക പരമാവധി ഈടാക്കാനായി സ്വകാര്യ ആശുപത്രികൾ അനാവശ്യ പരിശോധനകളും ശസ്ത്രക്രിയകളും നിർദ്ദേശിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. ചികിത്സാ പാക്കേജുകളുടെ നിരക്കുകൾ നിശ്ചയിക്കുന്നതും ഏത് രോഗത്തിന് എവിടെ ചികിത്സ നൽകണം എന്ന് തീരുമാനിക്കുന്നതും ഇൻഷുറൻസ് കമ്പനികളും വൻകിട ആശുപത്രി മാനേജ്മെന്റുകളുമായി മാറും. അതോടെ ആരോഗ്യരംഗത്തെ സർക്കാരിന്റെ നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെടും. സർക്കാർ ആശുപത്രികളിൽ വികസന പ്രവർത്തനങ്ങൾക്ക് സ്വകാര്യ കമ്പനികളെ ആശ്രയിക്കേണ്ടി വരുമെന്ന് ആരോഗ്യമന്ത്രി K. മുരളീധരനും പരാമർശിച്ചിരുന്നു. പിന്നീട് സ്വകാര്യവൽക്കരണം എന്ന വാർത്തകൾ ബുദ്ധിമുട്ടിച്ചു തുടങ്ങിയപ്പോൾ റിപ്പോർട്ടുകളെല്ലാം വ്യാജമാണെന്ന് പറഞ്ഞ് തടിയൂരാനാണ് മുരളീധരൻ ശ്രമിച്ചത്. പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളും മികച്ച രീതിയിൽ പ്രവർത്തിപ്പിക്കേണ്ട സംസ്ഥാന സർക്കാർ ഒരടിസ്ഥാന ഗവേഷണം പോലും നടത്താതെ ഇത്തരം പദ്ധതികൾ ഉയർത്തിക്കൊണ്ടുവരുന്നത് വലിയ കഷ്ടമാണ്. സ്വകാര്യ കമ്പനികൾക്ക് ലാഭമുണ്ടാക്കാൻ വഴിയൊരുക്കുന്നതിന് പകരം പൊതുജനാരോഗ്യ മേഖലകളിലൂടെ മികച്ച ചികിത്സ ജനങ്ങൾക്ക് നൽകാനാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്.